നമ്മൾ മലയാള സിനിമാ പ്രവർത്തകരെയും അവരെ മാറ്റി നിർത്തിയാൽ പൊതുവെയുള്ള മലയാള സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? താങ്കൾക്ക് ആശയമുള്ള പ്രതികരണമാണോ? സന്തോഷിപ്പിക്കുന്നത് അത് ഇന്റർനെറ്റിൽ എനിക്കുമായിട്ടുള്ള പ്രതികരണങ്ങൾ മുഴുവൻ എന്റെ വെബ്സൈറ്റിൽ soundroid.com പോയി കിട്ടും. എല്ലാ മേഖലയിലും ഇപ്പം ഞാൻ മുല്ലപ്പെരിയാറിൽ പോയി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയൊന്നുമല്ല. ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു സ്പാർക്കാണ് എനിക്ക് ഈ ഒരു സിനിമയിലേക്ക് ഈ ഒരു ആംഗിളിൽ തിങ്ക് ചെയ്യാൻ പോലും ഡാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു ആർട്ടിക്കിളാണ്. തീർച്ചയായിട്ടും എനിക്കൊരു വൈകാരിക തലത്തിൽ അങ്ങനെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എനിക്ക് അവിടെ പോകേണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, നാളെ ഒരു ദുരന്തം ഉണ്ടായാൽ ഞാനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാവരും എൻ്റെ സഹോദരന്മാരും സഹോദരി എല്ലാം ഇതിൻ്റെ മുന്നിൽ താമസിക്കുന്നത്. ഇത് ഈ ഇടുക്കി ഡാം അല്ല മുല്ലപ്പെരിയാർ നാളെ തകർന്നു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, ഇത് കൊച്ചി മുഴുവൻ വാഷ് ഔട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പം എനിക്ക് പ്രതികരിക്കാനുള്ള അത് പറഞ്ഞേ, ഞാൻ 18-ാം തീയതി നിരാഹാരം ഇരിക്കാൻ പോകുന്നുണ്ട്. അത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പോയി ചെയ്യുന്നതാണ്. അത് മൗലികാവകാശത്തിൽ വരുന്നതാണ്. അത് ഇനി മൗലികാവകാശത്തിന് അതിന്റെ ലംഘനം വല്ലതുമാണെങ്കിൽ എനിക്കെതിരെ എന്ത് നടപടി എടുത്തോട്ടെ. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലേഖനമാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഒരു മറൈൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും അത് താങ്കളെ സഹായിച്ചിട്ടുണ്ടാവും. താങ്കളുടെ ഒരു പശ്ചാത്തലം, ഒരു സിനിമ എടുക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് താങ്കളെ കൊണ്ട് എത്തിച്ച ഒരു പശ്ചാത്തലം എന്താണ്? കുടുംബ പശ്ചാത്തലമായാലും താങ്കളുടെ ഒരു കരിയറിന്റെ പശ്ചാത്തലം? അത് പണ്ട് തൊട്ടേ സ്കൂൾ ദിനങ്ങൾ തൊട്ടേ യുവജനോത്സവ വേദികളിലൂടെ വളർന്നു വന്ന വ്യക്തി. സിനിമ കടന്നു വരുന്നത് പ്രീ ഡിഗ്രി സമയത്ത് യാദൃശ്യമായിട്ട് സിനിമയോടൊരു കമ്പം ഉണ്ടാക്കുന്ന ജിജോയുടെ കുട്ടിച്ചാത്തൻ്റെ ഒരു ഷൂട്ട് കണ്ടെടുത്തതാണ്. പിന്നീട് എഞ്ചിനീയറിംഗിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി. ഞാൻ എൻ്റെ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് സംവിധാനം പഠിക്കണം എന്ന് പറഞ്ഞ് ചെന്നതാണ്. അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണ് ഇവന് വട്ടുണ്ടോ എന്ന് തോന്നിക്കാണ്. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞു തന്നെ, സുഹൃത്തെ താങ്കളൊരു ഡിഗ്രി ഉണ്ട്, താങ്കളുടെ തൊഴിൽ ചെയ്താൽ പോരെ, ഞാൻ വന്നേക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നേക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹനെ ആദ്യം നിരുത്സാഹപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ അടുത്തുനിന്നാണ് ബുക്സ് വായിക്കാൻ കുറേ ബുക്സ് പറഞ്ഞു. ഞാൻ അവിടെ നിന്നാണ് വായന എന്ന് പറഞ്ഞ ശീലം തുടങ്ങിയത്. ഞാൻ വായിച്ചു പഠിച്ചതാണ്. ഞാനല്ലാതെ സംവിധാനം ഒരു വ്യക്തിയുടെ കീഴിൽ പോയി പഠിച്ചതല്ല. ഞാൻ പിന്നീട് ഒരു ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഡിപ്ലോമ എടുത്തു. അതിനുശേഷവും ഞാൻ തീരുമാനിച്ചത് എൻ്റെ ഫീൽഡിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുക എന്നുള്ള പ്രോജക്റ്റാണ് ഞാൻ അതിനകത്ത് ചെയ്തത്. എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ടെലിവിഷൻ ചാനൽ, അതും ചലഞ്ചിങ് ആയിരുന്നു. അത് ഈ സിനിമയെക്കാളൊക്കെ വളരെ ചലഞ്ചിങ് ആണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 110 മിനിറ്റിൻ്റെ സിനിമയാണ്. ഒരു ടെലിവിഷൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരും കൈവെക്കാത്തൊരു ഫീൽഡിൽ 0 കണ്ടന്റിൽ നിന്ന് തുടങ്ങി 24 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യേണ്ട, ഇന്ന് ഞങ്ങളുടെ ലൈബ്രറിയിൽ 5000 മണിക്കൂർ കണ്ടന്റ് ഉണ്ട്. ഞങ്ങൾ തുടങ്ങുമ്പോൾ 0 കണ്ടന്റാണ്. അത് ഇംഗ്ലീഷിൽ, അതും ചെയ്യുന്നത് കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മലയാളികളെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതേപോലെ ചെയ്യുന്നത്. 24 മണിക്കൂർ ഇംഗ്ലീഷ് പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾക്ക് 110 മിനിറ്റിന്റെ സിനിമ പിടിക്കുന്നത് വലിയൊരു ഭാരിച്ചതായിട്ട് ഞങ്ങൾ തോന്നില്ല. പക്ഷേ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഫോർമാറ്റിൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതുപോലുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റിനെ ഈ കലയുമായിട്ട് കുലബന്ധം പോലും ഇല്ലാതെ ഇത് തീരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് പേര് ഇരുന്നിട്ട് സംഘടനയുടെ പേരും പറഞ്ഞ് ഉമ്മാക്കി കാണിച്ചിട്ട് അങ്ങോട്ട് ഒതുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് സ്വയം ഞങ്ങൾ നിർത്തുകയാണ്. ഇത് ഞങ്ങളെ മൂല ഒതുക്കി നിർത്തുന്നില്ല, ഞങ്ങൾ സ്വയം മാറിപ്പോവാണ്. ഇവരുമായിട്ടൊന്നും അല്ല ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിനിമയല്ല ഇത്. ഇത് നാളെ ജനങ്ങൾ ചോദിക്കണം, ഇവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിന് ഈ പ്രവൃത്തി കാണിച്ചു എന്നുള്ളത്. അത്തരത്തിലൊരു പ്രതീക്ഷ താങ്കൾക്ക് സമൂഹത്തിൽ ഉണ്ടോ? സമൂഹത്തിന്റെ കാര്യത്തിൽ അത്തരം ഒരു പ്രതീക്ഷ പറഞ്ഞല്ലോ. ഈ സമൂഹത്തിന് ഈ ചിത്രം കാണാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സമൂഹത്തിന് ഈ ചിത്രം കാണാൻ ഞങ്ങൾ മാറ്റുകയാണ്. സമൂഹത്തിന് ഈ ചിത്രം കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സമൂഹം വിളിച്ച സിനിമ കാണിച്ചിരിക്കും, ഇല്ലെങ്കിൽ കാണേണ്ട പ്രശ്നം തീർന്നില്ലേ. താങ്കളുടെ കൂടെ കുറെ സാങ്കേതിക പ്രവർത്തകരും മറ്റും മലയാള സിനിമയിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്നു. അവർക്കൊക്കെ നാളെ, അവർക്കെതിരെയും നാളെ പ്രതികാരാത്മകമായ നടപടി ഉണ്ടാകില്ല എന്ന ഒരു പേടിയുണ്ടോ? ഇല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഒരു പ്രശ്നമില്ല. കാര്യം ഞങ്ങൾക്ക് അവർക്ക് സഹകരിക്കാനുള്ള വർക്ക് ചെയ്യാനുള്ള എല്ലാ മേഖലയുണ്ട്. ഞങ്ങൾ ഇനിയും തുടർന്ന് സിനിമ ചെയ്യുന്നുണ്ട്, അടുത്ത പ്രോജക്റ്റും ഉണ്ട്. അത് ഞങ്ങൾ ആ വഴിക്ക് പോകും. ഞങ്ങളിവിടെ ഈ ഒരു ക്യാൻവാസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൂടെ നമ്മൾ ചെയ്യുന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഒരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു അപ്രീസിയേഷൻ, നമ്മളുടെ നാട്, താങ്കൾ പറഞ്ഞത് നമ്മളുടെ നാട്, നമ്മുടെ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാള്, നമ്മളുടെ സിനിമ താങ്കൾ സ്നേഹിക്കുന്ന ഒരു മേഖല, ആ മേഖലയിൽ ഇങ്ങനെ ഒരു മാഫിയാവൽക്കരണോ അല്ലെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാരുടെ ഒരു ഇത് നടക്കും, അതിനെ തകർക്കേണ്ടത് ഒരു ആവശ്യമല്ല. താങ്കൾ തമിഴ്നാടിനെ എതിർക്കാനും കാണിക്കുന്ന ആർജവം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ തമിഴ്നാട് ഞാൻ കാണിക്കുന്നത്, ഞാൻ ത്രൂ ഒരു ലീഗലി കാണിക്കേണ്ട സ്ഥലങ്ങളിലാണ് ഒരു സർക്കാരിനോട് ചോദിക്കേണ്ട രീതിയിൽ ഇതുപോലുള്ള 4 കിട തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെടുത്ത് ആക്കാൻ നമുക്കൊരു
ഒരു ലെവൽ വേണ്ട നമ്മൾ ആക്കാൻ. ആ ലെവലിലല്ല എനിക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആ ലെവലിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒക്കെ സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അത് ഇവിടെ അല്ല, എനിക്ക് ബോംബെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശിച്ചു. ഇവിടെ ഞാൻ മലയാള സിനിമ ചെയ്യുന്നില്ല. മലയാള സിനിമ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മെമ്പർഷിപ്പ് എനിക്ക് തന്നാൽ തന്നെ എടുക്കുമായിരിക്കും. കാര്യം ഇവിടെയും ഇപ്പം മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 2 സിനിമ ചെയ്യേണ്ടതാണ് എന്നൊക്കെ കേൾക്കുന്നത്. എനിക്കറിയത്തില്ല ഇവിടുത്തെ രീതികൾ എങ്ങനെയാണ്. പക്ഷെ എന്തിനാണ് ഞങ്ങളുടെ സെൻസർഷിപ്പ് ഇപ്പോൾ എല്ലാം നടക്കുന്നത് ബോംബെയിലാണ്. ഞാൻ അവിടെ ബോംബെയിൽ അതിനുള്ള മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നവരസങ്ങളുടെ കാര്യവും അതേപോലെ 9 ഫെയിൽഡ് ലവിനെ കുറിച്ചും ഒക്കെ താങ്കൾ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഈ 110 മിനിറ്റിനുള്ളിൽ പറയാൻ ശ്രമിച്ച് സംഗതി കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോയി എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ? അത് ഞാൻ പറയട്ടെ, ഇത് ഓരോ സിനിമയും ഓരോ ലെവലിൽ. ഒരു പരീക്ഷണ ചിത്രത്തിനകത്ത് ചിലത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചെറുകഥ എടുത്തിട്ട് വലിയ സിനിമയാക്കാം. അത് ഓരോരുത്തരും ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇതാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എല്ലാം മനസ്സിലാകണമെന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു കുട്ടിക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അപ്പം മനസ്സിലാക്കേണ്ടത് അധ്യാപകന്റെ കുഴപ്പമല്ല, അത് മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ലെവൽ. അത് കുട്ടികളെയും കുഴപ്പം പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ അണ്ടർസ്റ്റാൻഡിങ് ക്യാപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നുള്ള അഭിപ്രായം മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. കാര്യം ഇത് എന്റെ മാത്രം എഫേർട്ടല്ല. ഇതിനകത്ത് ഓരോ സെക്ടറിലും ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിലാണെങ്കിലും ഈവൻ അതിന്റെ മൈന്യൂട്ട് തിങ്സിൽ ഔസേപ്പച്ചൻ മാഷ് 1 വർഷം എടുത്ത് അദ്ദേഹം 300 സിനിമ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സിനിമ 4 തവണ കേൾക്കണം. അത് ആ മ്യൂസിക് ഞാനിട്ടതല്ല, അത് ഔസേപ്പച്ചൻ മാഷ് അദ്ദേഹം ഓരോ ക്യാരക്ടറിന് വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കുന്ന മ്യൂസിക് ഉണ്ട്. അദ്ദേഹം സമയം എടുത്ത് ആ മൂഡ് അനുസരിച്ച് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓരോ ക്യാരക്ടറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും മൈന്യൂട്ടാണ് ഓരോരുത്തരും ഇതിനകത്ത് ഇട്ടേക്കുന്ന എഫേർട്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിനെ ആ ലെവലിൽ നിന്ന് കാണണം. അല്ലാതെ പോയിട്ട് നമ്മളൊരു എന്റർടൈൻമെന്റ് മൂവി എന്നുള്ള രീതിയിൽ ഡാം ഡിസാസ്റ്റർ ഇപ്പൊ ആദ്യം തൊട്ട് തന്നെ 2012 പോലെ കാണാമെന്നൊക്കെ വിചാരിച്ചു പോയിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ അത്തരം അതായിരിക്കാം ഈ സിനിമയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ. അതായിരുന്നു ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഇത് മീഡിയ ഇങ്ങനെ ഈ ഡാം ഒരു ഭയങ്കര ഇഷ്യൂ ആയി വന്നപ്പോഴത്തേക്ക് ഇത് നിരന്തരം ചാനലുകളിലൂടെ ഈ ഡാം പൊട്ടുന്ന മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇഷ്യൂ. ഇത് 110 മിനിറ്റുള്ള സിനിമയിൽ അവസാനത്തെ ഏതാനും മിനിറ്റുകളിൽ മാത്രമാണ് ഡാമിന്റെ വിഷ്വൽസ് നിറയുന്നത്. ഡാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലും ഹാഫ് ടൈം ഇന്റർവെൽ തുടങ്ങാൻ നേരമാണ് ഡാം എന്ന കഥാപാത്രം വരുന്നത്. അതുവരെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മുദ്രാവാക്യം വിളി, ഡാമിനെതിരെ മുദ്രാവാക്യം വിളി മാത്രമാണ് കടന്നു പോകുന്നത്. ഒരു ജാഥ കടന്നു പോവുകയാണ്. പിന്നീട് ഡാമിനെ കുറിച്ച് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ സ്പീൽബർഗിന്റെ ജാസ് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ജാസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അവസാനമാണ് ജാസ് വരുന്നത്. പക്ഷെ അതിന് സ്പീൽബർഗിന് മറ്റൊരു റീസൺ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്, സ്റ്റുഡിയോയിൽ പോയപ്പം അദ്ദേഹം ചെയ്ത ജാസിന്റെ ആദ്യത്തെ ഇത് എന്താണ് ഉപ്പുവെള്ളത്തിൽ വീണിട്ട് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഉണ്ടാക്കിയത്. അത് തുരുമ്പിച്ചു പോയി, മനസ്സിലായില്ല. അങ്ങനെ ആ ഷൂട്ട് ഭയങ്കര ഡിലേ ആയി. അങ്ങനെ അവസാനം തീരുമാനിച്ചാണ് ജാസിനെ അവസാനം കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അതിന് റീസൺസ് ഉണ്ട്. പക്ഷേ അത് ജനം അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ സോൺ ഡ്രൈവ് ഒരു സാധനം ചെയ്യുമ്പോൾ ജനം എന്താ അക്സെപ്റ്റ് ചെയ്യാത്തത്? എന്റെ 9 ആംഗിൾ ഒരു ആംഗിൾ മാത്രമാണ് ഡാം 999. ഞാനിത് വിശ്വോത്തര സിനിമ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡിൽ ഈ സാധനം അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അത് നിഷേധിക്കുന്നവർ ആദ്യം ഇതിനെ കുറ്റം പറയുന്നവർ ആദ്യം ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഫോർമാറ്റിൽ ആദ്യം ഒരെണ്ണം ചെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് ഇതിനെ കുറ്റം പറയട്ടെ. ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വിമർശനങ്ങൾ വരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു വിമർശനം, ഇത് അന്ധവിശ്വാസം പരത്തുന്നു, അതേപോലെ ആയുർവേദത്തെക്കുറിച്ച് പോലും തെറ്റായ അവകാശവാദങ്ങൾ നൽകുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആയുർവേദ ചികിത്സയിലൂടെ എഴുന്നേറ്റ് നടക്കുന്നത് കാണിക്കുന്നു. ജുവനൈൽ ഡയബറ്റിക് ഉള്ള ഒരു കുട്ടി ആയുർവേദ ചികിത്സയിലൂടെ ആ കുട്ടിയുടെ അസുഖം മാറുന്നു. ഇതൊക്കെ ഒരു അല്പം എക്സാഗ്രേറ്റ് ചെയ്ത അവകാശവാദങ്ങളല്ലേ? ഇത് ആരാ ഇത് പറഞ്ഞു? ഇത് ഞാൻ 95 ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ 80ഓളം ഗാനങ്ങൾക്ക് സംഗീതം കൊടുത്തു ഡോക്ടർ സന്തോഷ് എന്ന് പറഞ്ഞ ആയുർവേദത്തിലെ ഒരു ഡോക്ടറെ. അപ്പം ഞാൻ എല്ലാ തവണയും സംഗീതം കൊടുക്കാൻ വേണ്ടി ഡോക്ടർ സന്തോഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അദ്ദേഹം ചികിത്സിക്കുന്ന പേഷ്യൻസിനെ കുറിച്ചും അദ്ദേഹം ആ സമയത്ത് റിസർച്ച് ചെയ്യുകയാണ്. ST ഫാർമിൽ റിസർച്ച് സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോ പേഷ്യൻസിൻ്റെ ഓരോ റിപ്പോർട്ട്സ്, അതും എല്ലാം വിദേശത്തു നിന്ന് വരുന്ന പേഷ്യൻസ് കൂടുതലും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ റിസർച്ച്, ഇതിനകത്ത് ഓരോ കഥാപാത്രം അതിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നതാണ്. ഓരോ അതായത് കാനഡയിലുള്ള ഡോക്ടേഴ്സൊക്കെ അയച്ചേക്കുന്ന മെയിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ട് മാജിക്കൽ മെഡിസിൻ യു ഹാവ് ഗിവൺ എന്നാണ് എനിക്ക്. കാര്യം ഡയബറ്റിക് ഒരു ദിവസം 2-3 ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ആളിനെ വിത്ത് ഇൻസുലിൻ നിർത്തി എല്ലാം നിർത്തിയിട്ട് ഒക്കെ ആയിട്ട് വിടുമ്പം അവിടുന്ന് വന്ന കാര്യം അവരുടെ ഫാമിലി ഡോക്ടർ ഇങ്ങനെ റെഗുലർ ഇവിടുന്ന് റിപ്പോർട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മെയിലാണ് വാട്ട് മാജിക്കൽ മെഡിസിൻ യു ഹാവ് ഗിവൺ. പാരാലിസിസ് വന്നിട്ട് നടുവ് ഓടിഞ്ഞ വീൽ ചെയറിൽ കൊണ്ടുവന്ന ആൾ അവിടെ വള്ളം ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അത് അനങ്ങാൻ പറ്റാതെ വരുന്ന ഒരു സായിപ്പ് അവിടെ ആലപ്പുഴ ഇതിലൂടെ വള്ളം ഓടിക്കുന്നുണ്ട്. ഞാൻ ഈ കഥാപാത്രങ്ങളിൽ ഞാനത് കാണിച്ചു തെറ്റാ? അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടുത്തെ ആയുർവേദ സമൂഹം എന്നെ വിളിച്ചിട്ട് തൃശ്ശൂർ വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞത് ഇനിയും ഇതിലും ആയുർവേദത്തിന് ഇത്ര സത്യസന്ധമായിട്ട് ആയുർവേദത്തിനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സിനിമ ഇനി ഉണ്ടാവത്തില്ല, ഉണ്ടായിട്ടുമില്ല. ഒരു പരസ്യ ചിത്രം പോലെ ആണ് ഇതിന്റെ സെറ്റിങ്സ്. കേരളത്തെ സംബന്ധിച്ച് ചുണ്ടൻ വള്ളവും റിസോർട്ടും അതേപോലെ കഥകളി വേഷങ്ങളും ഒക്കെ അങ്ങനെ ഒരു കൂടുതൽ പോസിറ്റീവായിട്ട് കാണിക്കാനുള്ള ഒരു ശ്രമം അത് ബോധപൂർവമാണ്. ഇത് സ്ലം ഡോഗ് മില്യനുള്ള മറുപടിയാണ്. സ്ലം ഡോഗ് മില്യണർ എന്താ കാണിച്ചത്? ലോകം മുഴുവൻ ഇന്ത്യയെ കൊണ്ടുപോയിട്ട് ഇന്ത്യ ലാൻഡ് ഓഫ് സ്ലംസ് എന്നല്ലേ പ്രൂവ് ചെയ്തത്. നമ്മൾ മഹോത്തര എന്ന വിഷയം എന്താണ്, ഇന്ത്യയിൽ നിന്നുള്ള വലിയ ചിത്രം എന്നൊക്കെ പറഞ്ഞ് സാഹിബിനെ കൊണ്ടൊരു സാഹിബ് വന്നൊരു ചിത്രം എടുത്തേക്ക് ഇന്ത്യയിൽ വെച്ച് 2-3 ഓസ്കാർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിന് ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നെഗറ്റീവ് ഇമേജ് എന്താ? ലോകം മുഴുവൻ കാണുന്നത് നമ്മളെല്ലാം സ്ലംസിൽ ജീവിക്കുന്നതാണ്. ഇന്ത്യ അതല്ല. ഇന്ത്യക്ക് നമുക്കൊരു കൾച്ചറുണ്ട്, നമുക്ക് മറ്റു ആരേക്കാളും വലിയൊരു കൾച്ചറുണ്ട്, നമുക്ക് കുടുംബ ബന്ധങ്ങൾക്ക് ശക്തിയുണ്ട്, നമ്മളുടെ വേദങ്ങൾക്ക് ശക്തിയുണ്ട്, നമ്മളുടെ അസ്ട്രോളജിക്ക് ശക്തിയുണ്ട്. ഇതൊക്കെ അവകാശപ്പെടാൻ മറ്റാർക്കും ഇല്ല. ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് കാണിക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് രജത് കപൂറിന്റെ കഥാപാത്രം തുടക്കത്തിൽ അദ്ദേഹത്തെ ഒരു ബുദ്ധിസ്റ്റ് പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. ആ ഒരു വേഷഭൂഷാദി അല്ലെങ്കിൽ ആ ഒരു ഭാവത്തോടുകൂടി. അതിനുശേഷം അദ്ദേഹം ഹൈന്ദവമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് അവസാനം എത്തിച്ചെല്ലുന്നതായിട്ടും കാണിക്കുന്നു. തുടക്കത്തിലും അദ്ദേഹം ഹൈന്ദവ കർമ്മിയായിരുന്നു എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റം അതെന്താണ്? ഇതാണ് പ്രശ്നം. ഇത് ആക്ച്വലി ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത് വെറൊരു സിനിമയല്ല. ഈ സിനിമയുടെ കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ നോവലുണ്ട്, ഇതിന്റെ ബ്ലോഗുണ്ട്. ഈ ബ്ലോഗിലൂടെയും നോവലിലൂടെയും സ്ഥിരമായി പോകുന്നവർക്ക് ഇതൊന്നും സംശയമില്ല. കാര്യം ഇത് വെറും ഒരു സിനിമ കാണുന്നവരല്ല. വെറും സിനിമ കാണുന്നവർക്ക് ഇതൊരു പ്രണയകഥ അതിന് അവസാനം ഇടാൻ വരുന്നത്, അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ട് കാണാനാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിന്റെ ബ്ലോഗിലൂടെ പോകണം, ഇതിന്റെ നോവലിലൂടെ പോകണം. അതെന്താണ്? ഇന്ത്യൻ സംസ്കാരത്തിലൂടെ ഒരു യാത്രയാണ് ഈ സിനിമയുടെ ഒരു ആംഗിൾ. ഇന്ത്യൻ സംസ്കാരത്തിൽ എന്താ പറഞ്ഞത്? ഹിന്ദുയിസത്തിൽ നിന്ന് ബുദ്ധിസത്തിലേക്ക് അവിടുന്ന് വീണ്ടും ഹിന്ദുയിസത്തിലേക്ക് ഒരു മടക്കം. ഇത് ശാന്തം എന്ന് പറയുന്ന രസത്തിന്, ശാന്തരസമാണല്ലോ ഇതിന്റെ ശാന്തരസത്തിന് 2 എലിമെന്റ്സ് കൊടുക്കുന്നത്. ഒന്ന് ശങ്കരാചാര്യരെ, ഒന്ന് ബുദ്ധനെയാണ് എപ്പോഴും ശാന്തരസത്തിന്റെ ഇതായിട്ട് കൊടുക്കുന്നത്. ഇതിനെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ പാർട്ടായ ഇതിനെയാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇതിനകത്ത് റിച്വൽസ് ഹിന്ദുയിസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ റിച്വൽസ് നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ബുദ്ധിസം ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഹിന്ദുയിസത്തിലേക്ക് വരുന്നത്. മകൻ തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ ബുദ്ധന്റെ പ്രിൻസിപ്പിൾസ് തന്നെ ചേഞ്ച് ആക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ശങ്കരനുള്ള അദ്ദേഹത്തിന്റെ കഥയിൽ എങ്ങും നമ്മൾ ശങ്കരൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തില്ല. പക്ഷേ ശങ്കരനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിനയ് ശങ്കർ എന്നുള്ള മകന്റെ പേരിലൂടെ മാത്രമേ അച്ഛന്റെ പേര് നമ്മൾ പറയുന്നുള്ളൂ. അതിനകത്ത് ഓരോന്നിനും ഒരു റീസൺ ഉണ്ട്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കഥാപാത്രത്തിനും ഡെവലപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്. മകനായി വരുന്ന വിനയ് എന്ന് പറയുന്ന വ്യക്തി രൗദ്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണ് രൗദ്രത്തിനകത്ത് സൈക്കോ അനാലിസിന് പറഞ്ഞേക്കുന്നത്? അവർക്ക് എപ്പോഴും അമ്മയോട് അഫിനിറ്റി കൂടുതലാണ്. ഒരു ഇഡിപ്പസ് കോംപ്ലക്സിന്റെ ഒരു എലിമെന്റ് അവിടെ കിടപ്പുണ്ട്. അവരെപ്പോഴും പ്രണയിതാവിൽ കാണുന്നത് അമ്മയുടെ ക്വാളിറ്റീസ് ആണ്. അത് കിട്ടാതെ വരുമ്പം അവർ സംതൃപ്തരാവില്ല. അത് തന്നെയാണ് അദ്ദേഹവും വൈഫും തമ്മിലുള്ള പ്രശ്നം. വൈഫിലും അമ്മയുടെ ക്വാളിറ്റീസ് കിട്ടുന്നില്ല. അതേസമയം താൻ പ്രണയിച്ച ബാല്യകാല സഖിയിൽ അദ്ദേഹം അത് കാണുന്നു. അതിന് ഔസേപ്പച്ചൻ അതിനെ പാരലായിട്ട് കൊണ്ടുപോകുന്നത് ഓമനത്തിങ്കൾ കിടാവ് എന്ന് പറയുന്ന മ്യൂസിക്കിലൂടെയാണ് അതിനെ അക്കമ്പനി ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ക്ലൈമാക്സിൽ വൈഫ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് അമ്മയെ, വീണ്ടും ഓമനത്തിങ്കൾ കിടാവ് അവസാനം വരുന്നത് അമ്മയായിട്ട് മാറിക്കൊണ്ട് വരുന്നതാണ്. ഈ എലിമെന്റ്സ് ഒക്കെ അത് വേറെ ലെവലിൽ ഇരുന്ന് കാണുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് പഠിച്ചിട്ട് വരണം. ഇതില്ലാതെ വെറുതെ പോയൊരു സിനിമയും കണ്ട് 2012 പോലൊക്കെ വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വിമർശനം താങ്കളും അറിയുന്നുണ്ട്. എനിക്ക് വിഷമമില്ല. പക്ഷേ അത്തരം ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അത്തരം ഒരു വിഷ്വൽസ് ആയിരിക്കും 2012-േക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്നതായിരിക്കാം. ഇത് ഈ 2012 ചെയ്ത ഹോളിവുഡുകാര് ഒറ്റയടിക്ക് പോയിട്ട് 2012 ചെയ്ത് അവർ വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്താണ്. 25 വർഷം പുറകെ നോക്കുന്ന ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഹോളിവുഡുമായിട്ട്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എവിടെയാണ് ഇതിന് മുമ്പ് വാട്ടർ ഗ്രാഫിക്സ് ചെയ്തേക്കുന്നത്? ലോകത്തിൽ തന്നെ വാട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്ന 2-3 കമ്പനികളേ ഉള്ളൂ. ഹോളിവുഡിലെ എല്ലാ ചിത്രങ്ങളും വാട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്ന എവിടെയാണ്? ആ ഇന്ത്യൻ കമ്പനിയെ കൊണ്ട് ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാട്ടർ ഗ്രാഫിക്സ് ആണ്. താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ വന്നേക്കുന്ന ഏത് ചിത്രത്തിലും വരുതോ? അപ്പം നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വരെ അതിന്റെ നമ്മൾ അഭിമാനപൂർവ്വം പറയണം. നമുക്ക് ഇന്ത്യക്കാർക്ക് 1 മിനിറ്റ് വാട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ 100 മിനിറ്റും ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ബജറ്റ് വേണം, അതിനുള്ള സമയം വേണം, അതിനുള്ള ഫെസിലിറ്റീസ് വേണം. ഇത് ഇത്ര ചലഞ്ചിങ് ആയിട്ട് ഇത് ചെയ്യാത്തവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതിനുള്ള ഒരു വാക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതെ ക്രിറ്റിക്സ് ഒക്കെ എഴുതി എവിടെയെങ്കിലും ഒരു വാക്ക് നല്ലത് എഴുതാൻ ശ്രമിച്ചിട്ടില്ല. ഈ മോശം എന്ന് പറയുന്നവര് നല്ലത് എഴുതുന്നവർ അതിന്റെ നല്ല നന്മ മുഴുവൻ എഴുതിയിട്ടുണ്ട്.
അതുകൊണ്ട് ഞാനല്ല സിനിമ കണ്ടവന് അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ സ്വയം ഈ വിമർശിക്കുന്നവർ സ്വയം മനസ്സിലാക്കും ഞാൻ എത്ര മാത്രം അത് ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ അത്രയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വിമർശിക്കണം. വിമർശനം ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കൾച്ചറലി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സാംസ്കാരികമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഈ സിനിമ ഉണ്ടാക്കുന്നു. കേരളം കാണിക്കുന്നു, പക്ഷേ ഹിന്ദി പാട്ട് വരുന്നു, അതിൽ ഇംഗ്ലീഷ് പാട്ട് വരുന്നു, ആക്സെന്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നു കഥാപാത്രങ്ങൾ. അതെല്ലാം ഒരു ലോക ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ് ചെയ്തതെന്ന് പറയുന്നതിലൂടെ തീരുന്ന പ്രശ്നം. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. തുടക്കത്തിലെ മീര എന്ന് പറയുന്ന കഥാപാത്രം മലയാളിയാണോ? അല്ല, ഒരു പഞ്ചാബി പെൺകുട്ടിയാണ് കടന്നു വരുന്നത്. മീര മലയാളിയല്ല, പഞ്ചാബിയാണ്. വിനയ് ഒരു മലയാളിയാണ്. ഇവർ തമ്മിൽ അവിടെ ഇവിടുന്ന് ഏത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? കോമൺ ആയിട്ട് ആ വീട്ടിൽ സംസാരിക്കുന്നത് തമിഴ് ബ്രാഹ്മണരുടെ വീടുകളിൽ എന്താണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷാണ്, അല്ല തമിഴ് ബ്രാഹ്മണൻ. ഇതിനകത്ത് രജിത് കപൂർ എന്താണ്? തമിഴ് ബ്രാഹ്മണനായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആ തമിഴ് ബ്രാഹ്മണരുടെ ഫാമിലിയിൽ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ടായിരിക്കും വരുന്നത്. അതേസമയം മീര എപ്പോഴും വിനയ് എന്ന് പറയുന്ന അവനിലേക്ക് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മീരയുടെ ആംഗിളിൽ എപ്പോഴും സോങ് കാണിക്കുമ്പം മലയാളമാണ് കാണിക്കുന്നത്. അതേസമയം വിനയ് അവളിലേക്ക് ആകാൻ ശ്രമിക്കുകയാണ്. വിനയുടെ ആംഗിളിൽ കാണിക്കുമ്പോൾ നമ്മൾ ഹിന്ദിയാണ്. ഇത് ഇത്രയും സിനിമ ചെയ്യുന്ന ഞങ്ങൾക്കൊരു മണ്ടത്തരം കാണിക്കുന്നില്ല, അതിനൊരു പർപ്പസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ അവർക്ക് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഇയേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന് ഞങ്ങൾ എത്രയോ സർവേകൾ, എത്രയോ അനാലിസിസ് ശേഷമാണ് ഓരോന്നിനും ഞങ്ങൾക്ക് റീസൺ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗുകളും ഈ നോവലുകളും അവിടെ എല്ലാത്തിനും റീസൺസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാതെ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ പോലെയാണ്. പഠിച്ചിട്ട് വന്ന് എഴുതുന്നതിന് 100 വാങ്ങാൻ പറ്റും. പഠിക്കാതെ വന്ന് എഴുതുന്നതൊക്കെ ചിലപ്പം ഒരു വട്ടപ്പൂജ വരെയും കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ക്രിട്ടിക്കുകളുടെ നിലവാരം കുറഞ്ഞതിന്റെ പ്രശ്നമാണ്. കുഴപ്പമില്ല, ഞങ്ങൾ അത് ഇതിലൂടെ നിലവാരം ഇമ്പ്രൂവ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. തീർച്ചയായിട്ടും 50 കോടി ഓളം ഈ സിനിമയ്ക്ക് ചെലവായി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഹോളിവുഡ് രീതിയിൽ എടുക്കുന്ന ഒരു സിനിമയാകുമ്പോൾ കുറച്ച് ചെലവുണ്ട്. എങ്കിൽ പോലും 50 കോടി എന്ന് പറയുമ്പോൾ അതിലൊരു ധാരാളിത്തത്തിന്റെ ഒരു അംശമുണ്ടോ? ഇല്ല, ഞാൻ പറയട്ടെ. ഇതിനകത്ത് ഒരു ഷിപ്പ് സീക്വൻസ് കണ്ടില്ല? ആ ഷിപ്പ് സീക്വൻസിന്റെ കോസ്റ്റ് എത്രയാണെന്നാണ് വിചാരം? ഒരു ദിവസം വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ്. $70,000 ഒരു ദിവസത്തെ ഷിപ്പിന്റെ ചാർട്ടർ റേറ്റ്. ഇത് 10 ദിവസത്തെ ഷൂട്ടിന് വേണ്ടി ആദ്യം ഇന്ന് വരെ ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് പോലും ആ ഷിപ്പ് കാണിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇത് ഒരിക്കലും കരയിൽ വരാത്തൊരു ഷിപ്പ്. അതിനകത്തൊരു ഷോട്ടിനകത്തുണ്ട്, അതിനടുത്തൊരു ചെറിയ കപ്പൽ വരുന്നുണ്ട്, ഒരു കുഞ്ഞൊരു ബോട്ട് പോലെ. ആ കപ്പലുകളാണ് കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയിൽ വരുന്നൊരു കപ്പലിന്റെ 100 ഇരട്ടി വലിപ്പമുള്ള കപ്പലാണ് നടുക്കടലിൽ കിടക്കുന്നത്. 3,30,000 ടണ്ണ്. കൊച്ചിയിൽ വരുന്നത് 3,000-5,000 ടൺ കപ്പാസിറ്റിയുള്ള കപ്പലുകളാണ് നമ്മൾ സാധാരണ കാണുന്ന കപ്പലുകൾ. അതിനേക്കാൾ എത്ര ഇരട്ടിയുള്ള ഷിപ്പാണ്. അപ്പൊ ആ ഒരു ഷിപ്പിനകത്ത് ആദ്യം ചെയ്യണമെങ്കിൽ ഒരു സ്പാർക്ക് മതി, എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ. അവിടെയാണ് 20 ടൺ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ക്രെയിനും ഇതെല്ലാം ആക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്യാസ് ഫ്രീ ഓപ്പറേഷൻ. ആ ഗ്യാസ് ഫ്രീ ഓപ്പറേഷൻ $1 മില്യൺ എക്സ്പെൻസ്. ഇത് 30 ദിവസം വേണം ഗ്യാസ് ഫ്രീ ഓപ്പറേഷൻ. അപ്പം 40 ദിവസം വെസൽ ചാർട്ടർ ചെയ്യാനുള്ള കോസ്റ്റ് തന്നെ 2.8 മില്യൺസ്. $1 മില്യൺ അതിന്റെ കൂടെ ഇത് ഗ്യാസ് ഫ്രീയിങ്ങിനുള്ള കോസ്റ്റ്, ഇതിന് ടോയിങ് ചാർജ്, ഇതെല്ലാം കൂടെ $4 മില്യൺ 20 കോടി രൂപ സ്പെൻഡ് ചെയ്താലാണ് ആ ഷിപ്പ് സീക്വൻസ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. മാരിടൈം ഇൻഡസ്ട്രിയാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മാരിടൈം ഇൻഡസ്ട്രിയുടെ സപ്പോർട്ടോട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അല്ലെങ്കിൽ ഇന്ന് വരെ ഹോളിവുഡ് സിനിമയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തിരുന്നത്. ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇതിന്റെ സാമ്പത്തിക സഹായവും അത്തരം ഇത് മാരിടൈം ആംഗിളിൽ മാരിടൈം പ്രൊമോഷൻ മൂവിയാണ്. പടത്തിനകത്ത് കഥാപാത്രങ്ങൾ മെറൈനേഴ്സ് ആണ്. ഇതിനകത്തൊരു മെറൈൻ സിറ്റി, അവരൊന്നിച്ച് താമസിക്കുന്ന മെറൈൻ സിറ്റീസ് കാണിക്കുന്നുണ്ട്. ഏത് മെറൈനർ ചോദിച്ചു അവരൊക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ്. അവരുടെ ക്യാമ്പസാണ് കാണിക്കുന്നത്. സാധാരണ കോളേജല്ലേ ഞങ്ങൾ കാണിക്കുന്നത്, മെറൈനേഴ്സിന്റെ കോളേജ്. ഇത് കാണുന്ന ഒരാൾക്ക് ഇതേപോലെ ഷിപ്പിൽ പോകണമെന്നും അതിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ഇൻഡയറക്ട് സാധനം ഉണ്ട്. അതുപോലെ ആ 9 ആംഗിൾ ഒരു ആംഗിൾ മെറൈനേഴ്സിന്റെ ആംഗിളാണ്. ഇപ്പൊ ഞങ്ങൾ എത്രമാത്രം ഡിഫറെന്റ് ആംഗിൾസ് ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് എന്നാലോചിക്കണം. തീർച്ചയായിട്ടും. താങ്കൾക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു ഭാരിച്ച ഒരു ബാധ്യതയായി മാറിയിട്ടില്ലേ? എനിക്കൊരിക്കലും കാര്യം ഇത് ഞാൻ പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പാഷന്റെ പുറത്ത് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതിന് ഞാൻ അതിന്റെ കോസ്റ്റ് നോക്കാറില്ല. ഞാനത് എനിക്ക് പോയിട്ട് 2 രൂപയുടെ ഭക്ഷണം എന്താണ് ഒരു വട കഴിക്കുന്ന നേരത്ത് ഞാൻ 50 രൂപയുടെ ബിരിയാണി കഴിക്കേണ്ട കാര്യം എന്താണ്? ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ സിനിമയുടെ ഒരു സ്പാർക്ക് താങ്കൾക്കുണ്ടായ ഒരു ലേഖനത്തിൽ നിന്നാണ്. പക്ഷെ ഇത്തരത്തിലൊരു ജീവിതത്തിന് അല്ലെങ്കിൽ പാഷന് വേണ്ടിയിട്ട് സ്വന്തം കരിയർ പോലും മാറ്റിവെക്കുന്ന ആ ജീവിതത്തിന് ഒരു പ്രചോദനം എവിടെന്നെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. അത് ആരാണ്? പ്രചോദനം ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് കേട്ടിരുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ, എറണാകുളത്ത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ പോകുമ്പോഴാണ് കുട്ടിച്ചാത്തൻ്റെ ഷൂട്ട് ജിജോ ചെയ്യുന്നത്.
വേറെ ആരും എനിക്കൊരു മനസ്സ് ഗുരുവായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ജിജോയെ മാത്രമേ ഉള്ളൂ. കാര്യം അന്ന് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് കണ്ടു നിൽക്കുകയാണ്. അന്ന് എൻ്റെ മനസ്സിൽ കരുതാണ് ഒരു ചിത്രം ചെയ്യണം, അത് ചെയ്യുന്നെങ്കിൽ 3D ചെയ്യണം. ആ 3D എന്ന് പറഞ്ഞ എലിമെൻ്റ് തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ട് കുത്തിവെച്ചത് ജിജോയാണ്. പക്ഷെ അതുപോലും ഒരു എന്താണ് 2D 3D കൺവെർഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഈവൻ ജെയിംസ് ക്യാമറോണിന്റെ ടൈറ്റാനിക് ഇപ്പം 2D 3D കൺവെർഷൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത് ഇന്ത്യയിൽ വരുന്നത് ഷോലെ ഇപ്പം 2D 3D കൺവെർഷൻ ആവുന്നേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഇന്ന് വരെ ചെയ്യാത്ത ഒരു അത് ഞങ്ങൾ ആദ്യം കൊറിയ കൊണ്ടുപോയി മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്രോജക്റ്റാണ് 2D 3D കൺവെർഷൻ. അത് ചലഞ്ചായിട്ട് എങ്കിൽ ഒരു കൊറിയ പോയി ഞാൻ ഈ 2D 3D കൺവെർഷൻ മാത്രം ചെയ്താൽ അതോടുകൂടി തീർന്നു. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. അത് ഞാൻ റിസ്ക് എടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റൊക്കെ ഡിലേ ആയത്. 6 മാസമൊക്കെ ഡിലേ ആവുന്നത് ഇതുകൊണ്ടാണ്. പക്ഷേ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഇന്ത്യൻ കമ്പനിയെ കൊണ്ട്, അത് പുതിയ ടെക്നോളജി. നിങ്ങൾ ഏത് 3D ചിത്രം എടുത്തോളും അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താ, നല്ലൊരു ശതമാനം ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ കണ്ണുവേദന തുടങ്ങും. ആ സമയത്ത് കണ്ണട എടുത്ത് മാറ്റിയാൽ പിന്നെ ഒന്നും കാണത്തില്ല. 2 ചിത്രം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ബ്ലേഡായിട്ട് കാണും. അതേപോലെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും തലവേദന തോന്നിയാൽ നിങ്ങൾ ആ കണ്ണട എടുത്ത് മാറ്റിക്കോളൂ, 2Dയിലെ ചിത്രം കാണാം. ഇതാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജിയാണ്. ഈ ഒരു രൂപേഷ് പോളിന്റെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞു. ഈ മെഗാ പ്രോജക്റ്റിൽ താങ്കൾ സ്ക്രിപ്റ്റ് എഴുതിയതിന്റെ 70% മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അസംതൃപ്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വലിയ മെഗാ പ്രോജക്റ്റിലേക്ക് ഇനിയും നീങ്ങാനുള്ള ഒരു തുടങ്ങിയല്ലോ. ഏതാണ്? ഞങ്ങളുടെ അടുത്തത് സൊമാലിയൻ പാരൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇന്ന് മാരിടൈം ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് സൊമാലിയൻ പാരൈറ്റ്സ്. ആക്ച്വലി മാരിടൈം ഇൻഡസ്ട്രിക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇന്ന് ഒരു പൈറേറ്റ് ഉണ്ടാക്കുന്ന ലോസ്, അത് അവരുണ്ടാക്കുന്ന millions of dollars ലോസാണ്. അതിൽ സാധാരണ ഒരു ഗ്രാമത്തിലെ ഒരു വ്യക്തി പോലും അതിന്, നമ്മുടെ നാട്ടിലൊരു ഗ്രാമവാസി പോലും അതിനുവേണ്ടി പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന പല കമ്മോഡിറ്റീസിന് അതിന്റെ ഏതെങ്കിലും റോ മെറ്റീരിയൽസ് കടൽ വഴി വന്നേ പറ്റൂ. കാര്യം ലോകത്തിന്റെ 90% കാർഗോ മൂവ്മെന്റും കടൽ വഴിയാണ് വരുന്നത്. അപ്പം നാച്ചുറലി ഈ ലോസുകൾ മുഴുവൻ ഫ്രൈറ്റ് റേറ്റ്സിൽ ചാർജ് ആവും. കാര്യം ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും പോക്കറ്റിൽ നിന്നല്ല കൊടുക്കുന്നത്. അവരടുത്ത് പ്രീമിയം ഇൻക്രീസ് ചെയ്യും, ഫ്രൈറ്റ് റേറ്റ് കൂടും. ഇത് അവസാനം കൊടുക്കുന്ന എൻഡ് യൂസർ ആയിരിക്കും. അപ്പം ചിലപ്പോൾ സൊമാലിയൻ പേരായിട്ട് $1 അടിച്ചു മാറ്റുമ്പം എൻഡ് യൂസർ അവസാനം ഇവരെല്ലാം കൂടെ പേ ചെയ്യുന്നത് $2 ആയിരിക്കും. കാര്യം മീഡിയേറ്റേഴ്സ് ഇതിന്റെ പേരിൽ വീണ്ടും എക്സ്പെൻസ് വരിക. ഇനി പൈറേറ്റ്സിന്റെ ആംഗിളിൽ നോക്കൂ, ഒരു പൈറേറ്റും ജനിക്കുന്ന പൈറേറ്റായിട്ടില്ല. അവനെ സമൂഹം പൈറേറ്റായിട്ട് മാറ്റാൻ നമ്മൾക്കെല്ലാം അതിന് പങ്കുണ്ട്. സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്ത് 1991 ശേഷം ഒരു ഗവൺമെന്റ് ഇല്ലാതെ ആ ഒരു സമൂഹത്തിനെ അങ്ങനെ ആക്കിയപ്പോൾ ഇവിടെ ആർക്കും ബാക്കി എന്തെല്ലാം ഇന്റർനാഷണൽ ഇഷ്യൂസിൽ പോയി ഇടപെടാനും ഇവിടെ ആൾക്കാരുണ്ട്. അവിടെ പോയി ബോംബ് ചെയ്യാനും അവിടെ ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. ഇതുപോലൊരു സമൂഹത്തിനെ ഇതിലേക്ക് തള്ളിവിടുന്നതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. അപ്പം ആ ഒരു ആംഗിളിൽ നമ്മൾ കാണണം. ഇതിൽ തടവിലാക്കപ്പെടുന്ന ഇതിലെ ക്രൂവിന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ടെൻഷൻസ് ഉണ്ട്. ആ ആംഗിൾ നമ്മൾ കാണണം. അത് ഇതേപോലെ ഡിഫറെന്റ് തലത്തിലാണ്. പക്ഷെ അതിനെ വേറൊരു സീരിയസ് ആയിട്ട് ഇതിന്റെ മാഫിയാസിന്റെ ഭാഷകൾ കേരളവും മലയാളവും ഒക്കെ അല്ലല്ല, അത് ഡിഫറെന്റ്, അത് പക്ഷെ എന്റെ മനസ്സിലൊരു ഇതുണ്ട്. ഒരു ഇന്ത്യൻ കഥാപാത്രത്തിന്, എന്റെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു വ്യക്തി എന്റെ മനസ്സിൽ അതിലൊരു കഥാപാത്രത്തിന് എന്റെ മൈൻഡിലുണ്ട്. അമിതാഭ് ബച്ചനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഇത്രയും സിനിമയിൽ അഭിനയിച്ചു, അതിനേക്കാളേറെ പങ്ക്ച്വാലിറ്റി ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഈ പ്രായത്തിലും വരുന്ന ഞാൻ സമയം ടൈം കീപ്പിംഗിൽ അത്രയും സ്ട്രിക്റ്റ് ആയ വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തേക്കുന്നത് ഈ ഷൂട്ടിങ്ങിൽ ഈ ടൈം കീപ്പിംഗിൽ പലരും പാലിക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും അമിതാഭ് ബച്ചൻ ഈസ് നമ്പർ 1. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയൊരു ഇന്ത്യയിൽ നിന്ന് ഒരു മേജർ താരത്തെ ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് അമിതാഭ് ബച്ചനെ വെച്ചതിന് ശേഷമേ ചെയ്യുന്നുള്ളൂ. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ഒരു സിനിമ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ സോവൻ റോയിൽ നിന്ന്? മലയാളം വിട്, എന്റെ ഇനി ഒരു ഇംഗ്ലീഷ് ചിത്രം മലയാളത്തിൽ കാണിക്കാൻ പറ്റുമെന്നുള്ള പോലെ എനിക്ക് വിശ്വാസമില്ല. തീർച്ചയായിട്ടും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം താങ്ക് യു സോ മച്ച്.